എയർ ഇന്ത്യ വിമാന ദുരന്ത സ്ഥലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. രാവിലെ 8:30 അദ്ദേഹം സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങി. തുടർന്ന് റോഡ് മാർഗം അപകടം നടന്ന അഹമ്മദാബാദിലെ മെഖാനി നഗറിലെത്തി. പ്രധാനമന്ത്രിയോടൊപ്പം വ്യോമയാന മന്ത്രി രാം നായിഡു, ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ എന്നിവരും ഉണ്ടായിരുന്നു. വിമാനാപകടത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട വിശ്വാസിയെ മോദി നേരിൽ കണ്ട് ആശ്വസിപ്പിച്ചു. മരണപ്പെട്ടവരുടെ കുടുംബങ്ങളുമായി പ്രധാനമന്ത്രി പ്രത്യേകമായ കൂടിക്കാഴ്ച നടത്തും. അപകടം സംബന്ധിച്ച സുരക്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഒരു ഉന്നതതല യോഗവും നടക്കും. പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും എന്തെങ്കിലും സുപ്രധാന തീരുമാനം ഉണ്ടാകുമോ എന്നതും എല്ലാവരും ഉറ്റുനോക്കുന്നു. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലെ ഗാറ്റ്വിക് രാജ്യാന്തര വിമാനത്താവളം ലക്ഷ്യമാക്കി പറന്ന വിമാനമായിരുന്നു തകർന്നത്. വിമാനം ഉയർന്ന ശേഷം 32 സെക്കൻഡിനുള്ളിലായിരുന്നു അപകടം സംഭവിച്ചത്. പറന്നുയർന്ന ഉടൻ പൈലറ്റുമാർ അപകട സന്ദേശം അയച്ചു. എന്നാൽ പിന്നീട് സിഗ്നൽ ലഭിച്ചില്ല. വിമാനം 625 അടി ഉയരത്തിൽ എത്തിയ ശേഷം പറക്കാനാവാതെ താഴുകയായിരുന്നു. മെഖാനി നഗർ BJ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ മെസ്സിന് മുകളിൽ വിമാനം തുടർന്ന് പതിച്ചു. ഉടൻ തന്നെ വിമാനത്തിൽ നിന്ന് തീയുയർന്നു. ഇവിടെ വിമാനത്തിന്റെ വാലറ്റം കെട്ടിടത്തിൽ കുടുങ്ങി മുൻഭാഗം തെറിച്ച് തൊട്ടടുത്തുള്ള കെട്ടിട സമുച്ചയത്തിൽ ഇടിച്ച് പൊട്ടിത്തെറിച്ചു. ഈ കെട്ടിടം കത്തിനശിച്ചു. മെഖാനി നഗറിലെ ജനവാസ മേഖലയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. വിമാനത്തിലുണ്ടായിരുന്ന 242 പേരിൽ ഒരാളൊഴികെ 241 പേരും മരിച്ചു. ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പൗരൻ വിശ്വാസ് കുമാർ രാകേഷ് മാത്രമാണ് രക്ഷപ്പെട്ടത്. എമർജൻസി എക്സിറ്റ് വഴിയാണ് വിശ്വാസ് കുമാർ രക്ഷപ്പെട്ടത്. വിമാനം വീണ സ്ഥലത്തുണ്ടായിരുന്ന 5 പേരുടെ മരണം സ്ഥിരീകരിച്ചു. മരിച്ചവരിൽ 4 MBBS വിദ്യാർത്ഥികളും ഒരു ഡോക്ടറുടെ ഭാര്യയും ഉൾപ്പെട്ടതായി മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു. അതിനിടെ അപകടം എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് നിർണായക വിവരങ്ങൾ നൽകുന്ന വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി.